ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന മലയാറ്റൂർ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫുഡ് എടുത്ത് വെച്ചത്. ഫുഡിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായില്ല. ഈ പയററിയും പപ്പടവും മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മലയാറ്റൂർ പോയപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് ഈ പ്രാവശ്യം ഇടാൻ പോകുന്നത്. ഈ കാവുകൊണ്ട് കാവ് ജുബയും. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സിന് ഭയങ്കര ക്ഷാമമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ, വെറും കൈയോടെ പോകണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വെച്ചാൽ ഒരു കുരിശ് കൊടുത്ത് കൈ പിടിച്ച് ആ കുരിശായിട്ട് നേരെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് എൻ്റെ ചേട്ടൻ. പിന്നെ അമ്മേനോടും അപ്പനോടൊക്കെ ടാറ്റ പറഞ്ഞ് അവിടെ നേരെ നടക്കാൻ തുടങ്ങി. ഇത് വീടിൻ്റെ അവിടെ നിന്ന് റോഡിലോട്ടുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് മെയിൻ റോഡെത്തി. മെയിൻ റോഡിൻ്റെ അവിടെ നമുക്ക് മെയിനായിട്ടൊരു പുള്ളിയുണ്ട്, ഈ പച്ചക്കറി കടക്കാരൻ. അങ്ങനെ പുള്ളീനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മെയിൻ റോഡിൽ കയറി നടക്കാൻ തുടങ്ങി. ഈ ഫ്രണ്ടിൽ മാസം കാണിച്ച് നടക്കുന്നതാണ് എൻ്റെ ചേട്ടൻ. ഈ നടത്തം കാവടി തുള്ളിയാണല്ലോ പോണത്, എന്താകും മുരുക. അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ആകെ അവശനായി വേർത്ത് കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കോലമൊന്നും അറിഞ്ഞില്ല. പിന്നെ 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇനിയും ഇവിടെ നിന്ന് നടപ്പുണ്ട് ഒരു 10-40 കിലോമീറ്റർ. പിന്നെ എന്തായാലും നമ്മൾ നടക്കാൻ തുടങ്ങി. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അടങ്ങുള്ളൂ. മലയാറ്റൂരുമായിട്ടുള്ള മിക്കവർക്കും അറിയാൻ പറ്റുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ മലയാറ്റൂരുമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നടക്കാൻ തുടങ്ങി. പിന്നെ എയർപോർട്ട് റോഡെത്തി. എയർപോർട്ട് റോഡിനോട് ആണെങ്കിൽ ഒരു ചായക്കട ഉണ്ട്. എന്തായാലും ഇവിടം വരെ നടന്നാൽ 2 ചായയും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് ചേട്ടനും പറഞ്ഞു, ഞാനും പറഞ്ഞു. അങ്ങനെ ആ കടയിൽ കയറി 2 ചായയും പറഞ്ഞ് പിന്നെ കുറേ കടികളൊക്കെ ആ കടയിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ചായയായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് ചായ 5 മിനിറ്റിനുള്ളിൽ തന്നെ എത്തി. പിന്നെ ഇത്രയും നടന്നുകൊണ്ടാണോ അല്ലെങ്കിൽ അതുണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യം കൊണ്ടാണോ എന്നറിയില്ല, ചായക്ക് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ആ ചായ അവിടെ നിന്ന് കുടിച്ച് നമ്മൾ നേരെ ആ കടയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പം ഞാനൊരു കൂട്ടം കാണിത്തരാം. അവിടെ നിന്ന് മാസ് കാണിച്ച് നടന്ന പുള്ളിയാണ് ഈ നടക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 2 വരുന്നതാണ്. എന്തായാലും കാണാൻ മറക്കല്ലേ ഗൈസ്.